ഹായ് ഫോക്സ്, ഇറ്റ്സ് മീ രഞ്ജുട്ടി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ഭയങ്കര ബോറിംഗ് ആണ്, പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് കേട്ടോ. അപ്പോൾ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് മുന്നേ നമുക്ക് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. കാര്യങ്ങൾ മീൻസ് പെയിന്റ്, അങ്ങനത്തെ ഫാബ്രിക് പെയിന്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, അതുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അതൊന്ന് തപ്പി നോക്കാട്ടോ ആദ്യം. ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അപ്പം നമുക്കൊന്ന് നോക്കാം. സാധാരണ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും, ബുക്കുകളും കാര്യങ്ങളും, കുട്ടികളെ ഗിഫ്റ്റ് ചെയ്യുന്നതൊക്കെ വെക്കുന്നത് ഈ ഒരു ഷെൽഫിലാണ് കേട്ടോ. ചേച്ചിയുടെ സാധാരണ ഈ ഒരു കവറിലാണ് കേട്ടോ ഞാനതൊക്കെ വെക്കാറ്. രണ്ട് ബ്രഷേ ഉള്ളൂ, പക്ഷേ ഇത് പോരാ. ചെറിയ കുഞ്ഞ് ബ്രഷാണ് കേട്ടോ, നമുക്കിത് പോരാ. പിന്നെ ഇത് ഒരു വൈറ്റ് കളർ ഫാബ്രിക് പെയിൻ്റേ ഉള്ളൂ. ഗോൾഡും ഒന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് പച്ചയാണ്, പക്ഷെ നമുക്ക് എന്താ പറയുക, ഗോൾഡിൻ്റെ തിളക്കുള്ളതേപോലത്തെ ഗോൾഡ് കളറിൻ്റെ തന്നെ, ഗോൾഡ് കളറല്ല, ഗോൾഡ് കളറിൻ്റെ ഒന്നും കൂടെ വേണം. അതുപോലെ തന്നെ ഒരു നീല കളറ്, സ്കൈ ബ്ലൂവിൽ ഇതേപോലെ തിളക്കം വരുന്നതും ഒന്നും കൂടെ വേണം. അതുപോലെ ബ്ലാക്കും വൈറ്റും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ സാധനങ്ങൾ തികയൂല. അപ്പോൾ വേഗം നമുക്ക് സാധനം പോയിട്ട് വാങ്ങാം. നമ്മളപ്പോൾ സാധനം വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടോ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു 6 പെയിന്റും അതുപോലെ ഈ 3 ബ്രഷുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്നല്ലേ. അപ്പൊ ഇവിടെ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ആളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒളിച്ചിരിക്കുന്ന കക്ഷി. കുറേ കാലമായിട്ട് പൊടി പിടിച്ച് കളറൊക്കെ പോയി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള് കേട്ടോ. അപ്പൊ ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ച് ആകെ കളർ മങ്ങി, കളറൊന്നും ഇല്ലാണ്ട് ആകെ ഇവിടെയൊക്കെ ആകെ കളറൊക്കെ പോയി, ബാക്കിലൊക്കെ കളർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ണിക്കണ്ണനൊന്ന് സുന്ദരനാക്കാൻ പോവാണ് കേട്ടോ. പെയിന്റ് അടിച്ച് റെഡി ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സുന്ദരനാക്കി കൊടുക്കാം. ഞാൻ പെയിന്റ് അടിക്കുന്നതിന്റെ മുന്നേ എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. ശരിക്ക് അതിനുള്ള മാറ്റവും ശേഷം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പെയിന്റ് അടിക്കുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉണ്ണിക്കണ്ണൻ തുടച്ച് നന്നാക്കട്ടെ. കാരണം ഇവിടെയൊക്കെ നല്ലോണം പൊടി, ആകെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കാം. നമ്മളത് തുടയ്ക്കുന്നതിന്റെ മുന്നേ നിറച്ച് പൊടിയാണ് കേട്ടോ ഇതിന്റെ ഇടയിലൊക്കെ. അപ്പൊ ഞാനതേ ഒരു ബ്രഷ് വെച്ച് മെല്ലെ പൊടിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. ഇത് മെല്ലെ നമ്മളെ വീഡിയോസിലൊക്കെ ആണല്ലേ ആർക്കിടെക്ചേഴ്സ് ഇങ്ങനെ ഓരോ സാധനത്തിന്റെ ഒക്കെ പൊടി തട്ടി കൊടുക്കുന്നത്, അതുപോലെ തന്നെ നല്ല പൊടിയാണ്. കാരണം കുറെ കാലമായി ഇത് ഉപയോഗിക്കില്ല. നമ്മുടെ ടിവിയുടെ ബാക്കിലാണ് ആളുടെ സ്ഥാനം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് സുന്ദരക്കുട്ടനായി കൊടുക്കാം. കുറെ കാലമായി വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും കളറൊന്നും ഇല്ലേന്ന്, പക്ഷെ എന്നാലും ഇനി വെച്ചാൽ ഞാനത് ചെയ്യൂല. ഞാൻ ഭയങ്കര മടിച്ചിയാണ്. ഒരു കാര്യം പിന്നേക്ക് മാറ്റി വെച്ചാൽ പിന്നെ നടക്കൂല. അപ്പൊ ഇനി വേഗം നമ്മള് പൊടിയൊക്കെ തട്ടി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചെടുത്തിട്ട് നമുക്ക് പെയിന്റ് അടിക്കാം. ഇതിപ്പോ ഉള്ളത് ഫുള്ള് നീല കളറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നല്ലെങ്കിൽ നീല കളർ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിത് കൃഷ്ണന്റെ ഈ ഷോളിനും അതുപോലെ താഴെയുള്ള വസ്ത്രത്തിനൊക്കെ കളർ മാറ്റി കൊടുത്തിട്ട് ബാക്കി വേറെ കളറ് ഇതേ കളർ തന്നെ കൊടുക്കാം കേട്ടോ. നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മള് പെയിന്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ ആദ്യം വെള്ളം അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ തോന്നുന്നു രണ്ട് ബോട്ടിലേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ആ 2 വെള്ള ബോട്ടിൽ ഇതിന് തികയും തോന്നുന്നില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ണിക്കണ്ണന്റെ സ്കിന്നിലും ഈ ശരീരം കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതേ കളറിന് കൊടുക്കാം കേട്ടോ. പിന്നെ താഴെയുള്ള അതായത് ഈ ഷോള് അതുപോലെ ഡ്രസ്സിന്റെ താഴ്ഭാഗമൊക്കെ വരുന്നതിന് നമുക്ക് വേറെ കളർ മാറ്റി കൊടുക്കാം. എനിക്ക് അധികം ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ക്രാഫ്റ്റ് ചെയ്യുക, ബോട്ടിൽ ആർട്ട് ചെയ്യുക ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ കൊറോണയുടെ ടൈമിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറെ കുപ്പിയൊക്കെ കൊണ്ടുപോയിട്ടു. പക്ഷെ പിന്നെ ഭയങ്കര മടിയായി. അപ്പോൾ ഇപ്പൊ ഏതായാലും സ്കൂളില്ല, ഞാൻ സ്കൂൾ നിർത്തിയിട്ടുണ്ട്. എന്തായാലും സ്കൂൾ ഉണ്ടെങ്കിലും വെക്കേഷൻ ആവുമായിരുന്നു. അപ്പൊ വിചാരിച്ചു ഇങ്ങനെ ഓരോ പണികൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത്, നമ്മുടെ ടൈം യൂസ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യും. ഉണ്ണിക്കണ്ണന്റെ സ്കിന്ന് ഭാഗം, അതായത് ശരീരഭാഗം വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ള നീല കളർ 2-3 കൂട്ടം ഒന്നും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഉള്ള നീല കളർ ഒരു ഡിമ്മായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ 2-3 തവണ അടിച്ചു കൊടുക്കുന്നുണ്ട്. നീല കളർ കൊടുത്തതിന് ശേഷം നമ്മൾ കൃഷ്ണന്റെ വസ്ത്രത്തിനാണ് കളർ ചെയ്യുന്നത് കേട്ടോ. അവിടെ നീല കളർ ആയതുകൊണ്ട് തന്നെ മഞ്ഞ കളർ അടിക്കുമ്പോൾ ഒരു 2-3 കോട്ട് അടിക്കണം. കാരണം നിഴലിച്ച് താഴെ കൂടെ കാണുന്നുണ്ടേ. നമ്മളത്
ഇത്രയും പോർഷൻ കവർ ചെയ്തു കേട്ടോ. ഈ മഞ്ഞ ഒന്നുകൂടെ അടിക്കണം, കാരണം അടിയിൽ നീല കളർ ഉള്ളതുകൊണ്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ബാക്കിലും കളർ ചെയ്തു. ഇനി ഇവിടെ 2 സൈഡിൽ ഒരു ഫ്ലവർ മാതിരി ഉണ്ട്, അപ്പൊ അതിന് താഴെ ഗ്രീൻ കളർ കൊടുത്തു. ഇനി ആ പൂവിന് കളർ കൊടുക്കണം. എൻ്റെ കയ്യിൽ പൂവിന് കൊടുക്കാൻ പറ്റിയ കളറിൽ റെഡേ ഉള്ളൂ. അപ്പൊ ആ റെഡ് നമ്മൾ വൈറ്റുമായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കണേ. നമുക്കിത് കൊടുക്കാം കേട്ടോ. താഴെ ഭാഗത്തായിട്ട് 2-3 ഫ്ലവർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നമ്മുടെ ഗ്രീനിൽ, ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ലൈറ്റ് ഗ്രീൻ ആക്കുന്നത്. അതുപോലെ ഫ്ലവറിന് ഒരു പിങ്ക് കിട്ടാൻ വേണ്ടി റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കളർ ചെയ്യുന്ന കൃഷ്ണന്റെ ഷോളാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഷോളിന് ഒരു റെഡ് കളർ കൊടുത്തിട്ട് അതിൽ നമുക്കൊരു ഗോൾഡൻ ഡോട്ട് പോലെ കൊടുക്കാന്ന് കേട്ടോ. കാരണം നല്ല ഭംഗി ഉണ്ടാവും റെഡിൽ ഒരു ഗോൾഡൻ ഡോട്ട് വരുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ചെയ്യാന്നേ. ഇത്രയും ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൃഷ്ണന്റെ ഓർണമെന്റ്സിന്, ആഭരണങ്ങൾക്ക് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. ഗോൾഡൻ ഷെയ്ഡ് തന്നെ 2-3 തവണ അടച്ചിട്ടാണ് കളർ കിട്ടുന്നത്. കാരണം ആദ്യം ഉണ്ടായിരുന്ന കളർ എന്ന് പറഞ്ഞ ഒരു ഡിം കളറായിരുന്നേ. അങ്ങനെ ഏകദേശം ഇതേ നമ്മുടെ പണികളൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 മണിക്കൂറോളം ഞാൻ ഇതിന് സമയം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാന ഘട്ട പണിപ്പുരയിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ലാസ്റ്റ് റൗണ്ട് ടച്ചപ്പാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സമയം ഞാനൊരു 5 മണിക്കൂറോളം എടുത്തു. ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്ന കാണിക്കുന്നില്ല, കാരണം പെയിൻറ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. ഒരുപാട് ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടാവും. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റും കാര്യമൊന്നുമല്ല. ഭയങ്കര ഡള്ളായിട്ട് കൃഷ്ണൻ ഭയങ്കര സാഡായിട്ട് കിടക്കണുണ്ട്. അപ്പോൾ കൃഷ്ണനെ ഒന്ന് ചായ മാറ്റി കൊടുത്തതാണ്. അവ എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ പറയണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണ കേട്ടോ. ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.